പ്രൈസ് ലോർഡ്. എല്ലാവർക്കും സ്നേഹവന്ദനം. ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്ത സമയത്ത് ഒരു കാര്യം ഇങ്ങനെ ഒരു ടോപ്പിക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ഈ കാലഘട്ടത്തിൽ എല്ലാവരും അത് കേൾക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമായതുകൊണ്ടും അത് വീഡിയോയിൽ ഞങ്ങൾ പറയുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിലൊരു VBS ഞങ്ങൾ ക്രമീകരിച്ചു. അപ്പോൾ 2 ദിവസത്തെ ഒരു ചിൽഡ്രൻസിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ, ഏകദേശം എനിക്ക് തോന്നുന്നു 50-50ഓളം കുഞ്ഞുങ്ങൾ ആ VBSൽ പങ്കെടുത്തു. പുറത്തുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ്. അപ്പോൾ കൂടുതലും പുറത്തുനിന്നുള്ള കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് ആ VBSൽ വന്നത്. ആ VBSൽ നടന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ +2 വരെയുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിലെ കൂട്ടുകാരെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ +2-ലെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അതെ എൻ്റെ നല്ല കൂട്ടുകാരുണ്ട്, ചീത്ത സ്വഭാവമുള്ള കൂട്ടുകാരുണ്ട്. അപ്പോൾ നമുക്കറിയാം +2 ആ തലത്തിലൊക്കെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പല കുഞ്ഞുങ്ങളും ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, നല്ല കുഞ്ഞുങ്ങളുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അത് നമുക്ക് വളരെ, എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലൊന്നും അത് പെട്ടെന്ന് അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളല്ല. എന്നാൽ തന്നെയും അടുത്ത് ഞാൻ 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. അവരും അത് തന്നെ പറഞ്ഞു. അവരുടെ ക്ലാസ്സിലും ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങള് ഉണ്ടെന്ന് അവർ പറയാനിടയായി. അതുപോലെ അടുത്ത് 9ാം ക്ലാസ്, 8ാം ക്ലാസ്, 7ാം ക്ലാസ്, ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഈ ഒരു സ്വഭാവമുള്ള ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്നാണ് അവരെല്ലാവരും പറഞ്ഞത് കേട്ടോ. ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് 5ാം ക്ലാസ്സുകാരൻ്റെ അടുത്ത് ചോദിച്ചേറ്റവും അവരും പറയുന്നു ഞങ്ങളുടെ സ്കൂളിലും ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരുണ്ടെന്ന്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ തലങ്ങളിൽ കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ പാപങ്ങൾ, വലിയ തെറ്റുകൾ കുഞ്ഞുങ്ങൾ ചെയ്ത് ശീലിക്കുകയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രാധാന്യം ഉള്ള കാര്യം, ഇവര് വീട്ടില് നല്ല മക്കളാണ്, നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷെ പുറത്തിറങ്ങിയ കുഞ്ഞുങ്ങൾ ആള് മാറും. നമ്മുടെ സ്കൂളുകളിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ മറ്റൊരു വ്യക്തി, വലിയ ഒരു 50ഓ അല്ലെങ്കിൽ 40ഓ 50ഓ വയസ്സ് പ്രായമുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആ VBSൽ ശക്തമായിട്ട് ഇതിനെതിരെ നിൽക്കാൻ കുഞ്ഞുങ്ങളെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവത്തെ കിട്ടാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഒരു ദൈവഭയം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇല്ലാതെ പോവുക കേട്ടോ. പേടിയില്ല, അവർക്ക് ഒന്നിനും പേടിക്കുന്നില്ല, മാതാപിതാക്കളെ പേടിക്കുന്നില്ല. കാരണം ഏറ്റവും ഇന്ന് ഞാൻ നോക്കുമ്പോൾ തെറ്റ് ചെയ്യുന്നത് മാതാപിതാക്കൾ. കാരണം കുട്ടികൾ എന്ത് ചെയ്താലും അവരെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. നല്ലതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ അവർക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യവും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതൊക്കെ നമ്മുടെ ചുമതലയാണ്. അതൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടും കൂടി അവരെ നിർത്തേണ്ട രീതിയിൽ നിർത്തിയും പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചും സ്നേഹിക്കേണ്ട വിധത്തിൽ അവരെ സ്നേഹിച്ചും അവരെ വളർത്തിയില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചു പോകും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്ത ലഹരി ഉപയോഗിച്ച് തുടങ്ങി അവന്റെ ഒരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ അവന്റെ അടുത്തൊരു തലം എങ്ങനെയായിത്തീരും നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം. അവൻ ലോകത്തിലെ ഏറ്റവും പിഴച്ചവനായിട്ട് അവൻ മാറും. അപ്പൊ അതിന് കാരണക്കാരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന മാതാപിതാക്കന്മാരാണ്. അവർ ശ്രദ്ധിക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പരിഗണന കൊടുക്കുന്നില്ല പലയിടത്തും. ഞാൻ ഈ ദൈവദാസന്മാരെ ദൈവമക്കളൊക്കെ ഇത് കേൾക്കുന്നുണ്ട്, അവരോടും കൂടി പറയാം. നമ്മുടെ ചർച്ചകളിലായാലും നമ്മുടെ വീടുകളിലായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുക. അവരെ നമ്മൾ ഉപദേശത്തിൽ വളർത്തുക. കാരണം അങ്ങനെയൊക്കെ വളർത്തിയാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ നല്ലൊരു തലമുറയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. ഇല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വിപത്തുകൾ, ഒരു കോളേജ് തലമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ലജ്ജിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടം നമ്മുടെ തലമുറകൾ യേശുവിനെ അറിയാനും ദൈവത്തിന്റെ കൃപയിൽ നിൽക്കാനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അറിഞ്ഞൊക്കെ ആ തലമുറകൾ ശക്തമായിട്ട് വളരണം. കാരണം എന്നാൽ മാത്രമേ പാപത്തെ ഫൈറ്റ് ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. അവർക്ക് അർഹതപ്പെട്ട പരിഗണനകൾ കൊടുക്കുക. സഭയിൽ അവർക്കുള്ള പരിഗണന കൊടുക്കുക. ഇന്ന് കൊച്ചു തലമുറകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിപ്പോകും. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുക രാഷ്ട്രീയത്തിൽ സ്കൂൾ തലത്തിൽ വരെ രാഷ്ട്രീയം ഭയങ്കര സുലഭമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ സജീവമാണ്. അപ്പോൾ
അവർക്കൊരാഗ്രഹം എനിക്ക് രാഷ്ട്രീയത്തിൽ ചേരണം. ഞാൻ രാഷ്ട്രീയക്കാർ തെറ്റെന്നല്ല പറയുന്നത്, പക്ഷെ ഒരു കൊച്ചുകുട്ടിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ എന്റെ പാർട്ടിക്കാർ ചോദിക്കാനുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ഒരു തലങ്ങളും. പിന്നെ മുദ്രാവാക്യത്തിന്റെ ആവേശവും എതിർ പാർട്ടിക്കാരനോടുള്ള വൈരാഗ്യം, ഇതെല്ലാം ഒരു കൊച്ചു പ്രായത്തിൽ അവരുടെ അകത്ത് കിട്ടുകയാണ്. അപ്പോൾ ലോകത്തിലെ ഏതെങ്കിലും സംഘടനകളോ രാഷ്ട്രീയക്കാരോ അവരെ പരിഗണിച്ചു തുടങ്ങുമ്പോൾ അവർ വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഏതൊക്കെയോ വലിയ സൗഭാഗ്യങ്ങൾ കിട്ടി എന്നുള്ള രീതിക്ക് ആ കുഞ്ഞുങ്ങൾ ആ ഒരു പ്രവൃത്തിയിലേക്കൊക്കെ തിരിഞ്ഞു പോവുക. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി നശിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയും അല്ലാതെയൊക്കെ വൈരാഗ്യങ്ങളും ഒക്കെ നമുക്കറിയാം. നമ്മുടെ തിരുവനന്തപുരത്തെ നമ്മുടെ കോളേജുകളിൽ നടന്ന മരണങ്ങൾ, കൊലപാതകങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. അതൊക്കെ ഒരു ഈ ഒരു പ്രായത്തിൽ അവർക്ക് കിട്ടിയ അവരുടെ ഒരു വയലൻസ് ആണ്. അവർക്ക് അവരുടെ ആ ഒരു രക്തത്തില് ഒരു വൈരാഗ്യം പോലെ പലതും കലർന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയുക. ഈ കാലഘട്ടത്തിൽ തലമുറകൾക്ക് വേണ്ടി കരയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി യൂത്ത് ക്യാമ്പുകൾ ഈ കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നടന്നു. പല കുഞ്ഞുങ്ങളും യൂത്ത് ക്യാമ്പിൽ വഴി ഒത്തിരി കുഞ്ഞുങ്ങൾ ദൈവകൃപയിലേക്ക് വന്നു. ഒത്തിരി കുഞ്ഞുങ്ങൾ അവര് പാപത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവര് സജ്ജമായി. അങ്ങനെയുള്ള ക്യാമ്പുകളും കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മിനിസ്ട്രികൾ ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് സഭകൾക്കകത്തും പുറത്തൊക്കെ തുടങ്ങട്ടെ. അപ്പനും അമ്മയും മക്കളെ തെറ്റുകളെ അംഗീകരിക്കരുത്. അവരൊരു ചെറിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റുകളെ സൈലന്റ് ആയിട്ടിരുന്ന് ആരും ദയവായിട്ട് അംഗീകരിക്കരുത്. അവരെ അതിനെ ബോധ്യം വരുത്തി, മക്കളെ തെറ്റാണെന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കുക. ആ ഒരു തലത്തിൽ വേണം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. എന്ത് ചെയ്താലും അവരുടെ തെറ്റുകളെ ന്യായീകരിക്കാനോ ഒന്നിനും നിങ്ങൾ ആരും ദയവായിട്ട് ശ്രമിക്കരുത്. അവരുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം ചെയ്യുന്നൊരു വലിയ തെറ്റാണ്. പലയിടത്തും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ട ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾ ഇരിക്കുകയെ അവരുടെ മുമ്പിൽ വെച്ച് മദ്യം ഒഴിച്ച് വീട്ടിൽ വെച്ച് കുടിക്കുക. ഇവനത് കണ്ടു വളരുകയല്ലേ. നാളെ ഇവരെ പറയാം, ഒരു അല്പം ഒന്ന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ എനിക്കും ഇത് കുടിക്കായിരുന്നു. അവനും പിറ്റേ നാളിൽ അവനും മദ്യവും കാര്യങ്ങളിലേക്കൊക്കെ അവനും മദ്യപാനത്തിലേക്കൊക്കെ തിരിയും. അതുകൊണ്ട് തലമുറകളെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരാണ് പലരും. എല്ലാവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, തലമുറകൾക്ക് വേണ്ടി ശ്രദ്ധിക്കുക. ഒടുവിൽ നമ്മൾ ദുഃഖിക്കേണ്ട ഒരു ഇട ഉണ്ടാകരുത്. നമ്മുടെ തലമുറകളെ രക്ഷിക്കപ്പെടണം. അവര് പാപത്തെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. ഒരു ലോകത്തിന്റെ ഒരു മോഹങ്ങളിലോ തകർച്ചയിലോ പാപത്തിലോ ഒന്നും വിട്ടുപോകാതെ, അതിലേക്ക് പെട്ടുപോകാതെ അവര് ഈ നാളുകളിൽ നല്ലതാണ് അവർക്ക് ജീവിക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ മാതാപിതാക്കന്മാരും ഉപദേശിമാരും ദൈവമക്കളും ഒക്കെ എല്ലാവരും കൂടി ചേർന്ന്, സമൂഹം എല്ലാം ചേർന്ന് ഒരുക്കി കൊടുത്താൽ നല്ല തലമുറകളെ പുറത്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. നമ്മളെ സ്കൂളിലൊക്കെ പലപ്പോഴും അവർ ശ്രദ്ധിക്കുന്നില്ല. സ്കൂൾ അധികാരികൾ ടീച്ചർമാരായാലും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതിനുവേണ്ടി അത് അന്വേഷിക്കാനോ അതിന്റെ കാര്യങ്ങൾ നോക്കാനോ ആരെയും ചുമതലപ്പെടുത്തുന്നില്ല. ഒരു ക്ലാസ് കഴിയുന്നു, കുഞ്ഞുങ്ങളെ പുറത്തു വിടുന്നു. ഇതിനപ്പുറം അവരുടെ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ സ്വന്തം സ്കൂളുകളിൽ നടക്കുന്നുള്ള കാര്യം ഇനി അറിഞ്ഞിട്ടും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ള കുറവുകളൊക്കെ അധ്യാപകരുടെ ഭാഗത്തും ഉണ്ട്. ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ തലമുറകളെ ശ്രദ്ധിക്കുക. അർഹതപ്പെട്ട പരിഗണനകൾ തലമുറകൾക്ക് നൽകുക. അവരുടെ പാപജീവിതത്തിൽ നിന്ന് പുറത്തെടുക്കാനുള്ള എല്ലാ വഴികളും നമ്മളും കൂടി ഒരുക്കി കൊടുക്കുക. എങ്കിൽ നല്ലൊരു തലമുറ പുറത്തു വരും. അങ്ങനെ ഒരു നല്ലൊരു തലമുറ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ തലമുറകൾക്ക് വേണ്ടി കരയുക. ഈ നാളുകളിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പുറത്തു വരട്ടെ. പാപത്തെ ജയിക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വിഷയം മറന്നു പോകരുത്. ദൈവം നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.